ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ സൺഡേ ആണ്. വേറെ ഒന്നുമല്ല, ഇന്ന് ഞങ്ങളുടെ 4th വെഡിങ് ആനിവേഴ്സറി ആണ്. അത് കാരണം ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോയതാണ്. വേറെ അങ്ങോട്ടുമല്ല, എൻ്റെ പ്രിയപ്പെട്ട ഭഗവാന്റെ അടുത്ത്, മഹാദേവൻ്റെ അടുത്ത്. ഇത് കളർകോട് ശ്രീ മഹാദേവ ക്ഷേത്രം. ഞങ്ങളുടെ അമ്പലത്തിൻ്റെ അകത്തുള്ളൊരു കുളം കാണിച്ചു തരാം കേട്ടോ. അതിൽ നിറച്ച് മീനുകളുണ്ട്. ആ മീനുകളെ കാണാൻ നല്ല ഭംഗിയാണ്. ആ മീനുകളെ കാണാൻ. പിന്നെ കിഴക്കോട്ട് ദർശനത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. ഇവിടെ പാർവതിയും ഗണപതി ഭഗവാനും അയ്യപ്പനും സർപ്പത്താമാരും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ അമ്പലത്തിൽ വന്നാൽ കിട്ടുന്നൊരു മനസ്സമാധാനം എനിക്ക് വേറെ എവിടെ പോയാലും കിട്ടാറില്ല. കാരണം ഇത് എൻ്റെ മുറ്റത്തുള്ള അമ്പലമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 100 മീറ്റർ മാറിയുള്ള അമ്പലമാണ്. ഞാൻ ഓർമ്മ വെച്ച കാലം ഞാനൊരു പൂർണ്ണ ശിവഭക്തയാണ് കേട്ടോ. അപ്പോഴും ഇപ്പോഴും എന്നും ഭഗവാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ, ബാക്കി എന്നും എന്ന് വെച്ച് വേറെ ആരും വേണ്ടാന്നല്ല, പക്ഷെ ഇതൊരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. പിന്നെ അമ്പലനടയിൽ ഓരോ പ്രാവശ്യം നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഭഗവാനോട് പറയാനും വിശേഷങ്ങൾ ചോദിക്കാനും ഒരുപാടുണ്ട്. പിന്നെയും ആ അമ്പലക്കുളത്തിൽ വന്ന്, കാരണം അറിയാലോ എൻ്റെ മോനുണ്ട് എൻ്റെ കൂടെ. പിന്നെ ആൽത്തറയിലെ ഭംഗിയും ആ സമാധാനവും ഒക്കെ ആസ്വദിച്ച് ഞങ്ങൾ അവിടുന്ന് തൊഴുതിറങ്ങി. ഇറങ്ങാൻ ഇച്ചിരി പാടുപെട്ടു, കാരണം ദാനോട്ടൻ അവിടെ മണ്ണിക്കളിക്കൽ, പിന്നെ ഓടി നടക്കൽ, പിന്നെ പ്രാർത്ഥന, ഭയങ്കര ഭക്തി. പോയ സമയത്ത് എന്തായാലും ഒരു അടച്ചു പൂജയും തൊഴാൻ പറ്റി കേട്ടോ. പിന്നെ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഏറ്റവും കിട്ടുന്ന വലിയ സമാധാനം എനിക്ക് ഇവിടെ വരുമ്പോഴാണ്. ആ സമാധാനം മേടിച്ചുകൊണ്ട് അപ്പം ഞങ്ങൾ പോട്ടെ, ബൈ. 4 വർഷം മുമ്പ് ഈ മണ്ണിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങിയാണ് ഞാൻ എൻ്റെ ജീവിതം തുടങ്ങിയത്. ഇന്നും അതുപോലെ അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു.